Hi students, welcome to a new class. Today's topic is discounting or present value technique. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈം വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് രണ്ട് ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കോമ്പൗണ്ടിങ്ങും ഒന്ന് ഡിസ്കൗണ്ടിങ്ങും. അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കൗണ്ടിങ് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ കേസ് ഓഫ് കോമ്പൗണ്ടിങ് ടെക്നിക് വി കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് മണി അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോമ്പൗണ്ടിങ് ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ കണക്കാക്കിയത് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ വാല്യൂ എന്താണെന്ന് മെഷർ ചെയ്യലാണ്. ദിസ് മീൻസ് വി കാൽക്കുലേറ്റ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ പ്രസൻറ്റ് മണി. നമ്മൾ ഇന്നൊരു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ എത്ര കിട്ടുമെന്ന് കണക്കാക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രസൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്താണെന്നുള്ളതാണ് അറിയുന്നത്. സിമിലർലി വി ക്യാൻ കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഫ്യൂച്ചർ സം. അതേപോലെ ഒരു ഫ്യൂച്ചർ സമ്മിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഈസ് നോൺ ആസ് ദ പ്രസൻറ്റ് വാല്യൂ കൺസെപ്റ്റ് ഓർ ഡിസ്കൗണ്ടിങ് ടെക്നിക്ക്. സോ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എനി എമൗണ്ട് the same formula which was used for compounding purpose is used but in a reverse manner. അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്ത് ടെക്നിക്കാണോ പഠിച്ചത്, എങ്ങനെയാണോ നമ്മളത് കോമ്പൗണ്ട് ചെയ്തത്, അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദസ് ഡിസ്കൗണ്ടിങ് ഈസ് ദ റിവേഴ്സ് ഓഫ് കോമ്പൗണ്ടിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു റിവേഴ്സാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ദ ഡിസ്കൗണ്ടിങ് ടെക്നിക് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് പ്രസൻറ്റ് വാല്യൂനെയാണ് പി വി എന്ന് പറയുന്നത്. പി വി മേ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് ദ പി വി ഓഫ് എ സിംഗിൾ ഫ്യൂച്ചർ എമൗണ്ട് ആൻഡ് ദ പി വി ഓഫ് എ സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. അപ്പോൾ ഇത് രണ്ട് തരത്തിലാണ് ഇവിടെ പറയുന്നത്. ഒന്ന് സിംഗിൾ ഫ്യൂച്ചർ എമൗണ്ടിൻ്റെ മുകളിലും അതേപോലെ സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൻ്റെ മുകളിലാണ് പ്രസൻറ്റ് വാല്യൂ കാണുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് പി വി ഓഫ് സിംഗിൾ ഫ്യൂച്ചർ സം എന്നാണ് പറയുന്നത്. ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ സം വിൽ ബി വർത്ത് ലെസ് ദാൻ ദ ഫ്യൂച്ചർ സം. അതായത് ഫ്യൂച്ചറിൽ കിട്ടുന്നതിനേക്കാട്ടിലും നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഫ്യൂച്ചർ സം വിൽ ബി വർത്ത്ലെസ് ആണ്. നമുക്കറിയാം ഫ്യൂച്ചറിൽ എന്ത് കിട്ടുന്നതും നമുക്കൊരു വർത്ത്ലെസ് ആണ്, പ്രസൻറ്റിലാണ് വേണ്ടതെന്ന്. ദിസ് ഈസ് ദ ബിക്കോസ് ഓഫ് ദ മണി റിസീവബിൾ ഇൻ ഫ്യൂച്ചർ ഈസ് വിച്ച് കനോട്ട് ബി ഇൻവെസ്റ്റഡ്. എന്തുകൊണ്ടാണ്? ഭാവിയിൽ നമുക്ക് കിട്ടുമെന്ന് പറയുന്ന പൈസ ഒരിക്കലും നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ വർഷത്തേക്ക് മാത്രമല്ലെങ്കിൽ എപ്പോഴും പറയുന്നത് ടുഡേസ് മണി ഈസ് മോർ വർത്തിയർ ദാൻ ദ ടുമാറോസ് എന്ന് പറയുന്നത്. നമ്മൾ നാളെ കിട്ടുന്ന പണത്തിനെക്കാട്ടിലും മൂല്യം വരുന്നത് ഏതിനാണ്? ഇന്ന് കിട്ടുന്ന പണത്തിനാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്ക് കാണണമെങ്കിൽ പി വി ഈക്വൽ ടു പി ബൈ 1 + r റേസ് ടു n. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്യൂച്ചർ സമ്മ് സിംഗിൾ ഫ്യൂച്ചർ സമ്മിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണെങ്കിൽ പി വി ഈക്വൽ ടു പി ബൈ 1 + r റേസ് ടു n. അപ്പോൾ ഇത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡിങ് ഔട്ട് ദ ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ആണെങ്കിൽ, അതായത് രണ്ടാമത്തെ മെത്തേഡിൽ എന്താ പറയുന്നത്, സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നമ്മൾ കാണുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷങ്ങളുടെയാണ് ഇവിടെ കാണുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ടുഡേ ആൻഡ് റിട്ടേൺസ് ആർ സ്പ്രെഡ് ഓവർ എ ഫ്യൂച്ചർ പീരീഡ്. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ ഫ്യൂച്ചർ പീരീഡിലേക്ക് അതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ദ ഫിനാൻസ് മാനേജർ ഈസ് ഇൻട്രസ്റ്റഡ് ടു നോ വെദർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡിസൈറബിൾ ഓർ നോട്ട്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസൈറബിൾ ആണോ അല്ലേ എന്നുള്ളത് ഫിനാൻസ് മാനേജറാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് ഫ്ലോ മേ ബി യൂണിഫോം ഓർ ചേഞ്ചിങ് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽസ്. ഓരോ പ്രാവശ്യവും ഓരോ വർഷവും കിട്ടുന്ന ക്യാഷ് ഫ്ലോ ഒന്നില്ലെങ്കിൽ യൂണിഫോം ആവാം, അല്ലെങ്കിൽ അത് പീരിയോഡിക്കൽ ഇൻ്റർവെല്ലിൽ ഒരു ചേഞ്ച് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പി വി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം, അതായത് P1 ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ P1 ബൈ 1 + r പ്ലസ് ഇനി അടുത്ത വർഷം P2 ബൈ 1 + r റേസ് ടു 2. ഇനി നെക്സ്റ്റ് തേർഡ് ഇയർ ആണെങ്കിൽ P3 ബൈ 1 + r റേസ് ടു 3. അങ്ങനെ എത്ര വർഷം വരെ ആണെച്ചാൽ അതേപോലെ കാണിക്കുക. അതാണ് Pn ബൈ 1 + r റേസ് ടു n എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഇക്വേഷന് കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് അതിങ്ങനെ ഓരോ വർഷവും തുടർന്ന് പോകുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഇവിടെ വരുന്നത്.
ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. എന്താണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഒന്ന്, ഫൈൻഡിങ് ഔട്ട് ദ ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എത്രയാണ്, അതിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തുന്നതിന് സഹായിക്കുന്നു. ഇറ്റ് ഈസ് നെസസറി ടു കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് വുഡ് ആക്ച്വലി ബി റിസീവ്ഡ് ബൈ ആൻ ഇൻവെസ്റ്റർ. ഒരു ഇൻവെസ്റ്റർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ എത്ര രൂപ അവർക്ക് തിരിച്ച് കിട്ടുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് ഈ ടൈം വാല്യൂ കൊണ്ട് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഫൈൻഡിങ് ഔട്ട് ദ നമ്പർ ഓഫ് പീരീഡ്സ്. ഇനി എത്ര വർഷം എടുത്തിട്ടാണ് ഈ ഒരു എമൗണ്ടിലേക്ക് നമ്മൾ എത്തുന്നത് എന്ന് കണക്കാക്കുന്നതിനും ഈ ഒരു ടൈം വാല്യൂ ഓഫ് മണിയുടെ ആപ്ലിക്കേഷൻ ആവശ്യമാണ്. കാരണം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, 10 വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും എന്നറിയാനും എത്ര വർഷം കൊണ്ടാണ് നമ്മുടെ തുക അല്ലെങ്കിൽ ഇരട്ടിയാവുന്നതോ 3 ഇരട്ടിയാവുന്നതോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും അതാണ് ഇവിടെ പറയുന്നത്. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടൈം ഓവർ വിച്ച് എ സർട്ടൺ എമൗണ്ട് വിൽ ഗ്രോ അറ്റ് എ ഗിവൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു എ സർട്ടൺ വാല്യൂ. ഇൻ ദിസ് കേസ് ദ വാല്യൂ ഓഫ് എൻ ഈസ് ടു ബി അസർട്ടൈൻഡ്. വാല്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ അതിന് വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? പി വി ഇൻറ്റു 1+r ഹോൾ റേസ് ടു എൻ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം വാല്യൂവിൻ്റെ പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ ഒന്ന് ഫ്യൂച്ചർ എമൗണ്ട് കിട്ടാൻ, ഒന്ന് നമ്പർ ഓഫ് ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് തേർഡ് പോയിന്റിൽ പറയുന്നത് സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ടു റീപ്ലേസ് ആൻ അസറ്റ് ഓർ ടു റീപേ എ ലയബിലിറ്റി അറ്റ് ദ എൻഡ് ഓഫ് എ സ്പെസിഫൈഡ് പീരീഡ്. ചില സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ലയബിലിറ്റി റീപേ ചെയ്ത് ഒരു സ്പെസിഫൈഡ് പീരീഡിൻ്റെ ലയബിലിറ്റി ബാധ്യത ഉണ്ടെങ്കിൽ അത് റീപേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന ഫണ്ടിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് amortization of loan or capital recovery. The concept of TVM, time value of money, helps to find out the annual amount of installment that a person is required to pay to redeem his amount of loan with the interest. ഇവിടെ നമ്മൾ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ലോണൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ അടയ്ക്കുന്നു, അതിനുശേഷം ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് അടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര വർഷം കൊണ്ട് ഇതിൻ്റെ എമൗണ്ട് റിഡീം ചെയ്യാൻ പറ്റും, ആ ലോണ് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് റിഡീം ചെയ്യാൻ പറ്റും എന്നറിയുന്നതിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് ഡെഫേർഡ് പേയ്മെൻറ്റ്സ്. ഡെഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സം ലോൺസ് ആർ ഗിവൺ but it is expected that the first payment will start after a few years. അപ്പോൾ ഇവിടെ പറയുന്നത് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് പേയ്മെൻറ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. ദിസ് മീൻസ് ദർ ഈസ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് ബോറോയിങ് ആൻഡ് ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് റീപേയ്മെൻറ്റ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ലോൺ കൊടുത്ത ഉടനെ തന്നെ എന്ത് നടക്കുന്നില്ല, അവിടെ തിരിച്ചടവ് നടക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരികയാണ് ചെയ്യുന്നത്. ബോറോയിങ് ഡേറ്റും ഇവർ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ തുടങ്ങുന്ന ആ കമൻസ്മെൻറ്റ് ഡേറ്റും തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് വരികയാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ദിസ് ഈസ് നോൺ ആസ് ഡെഫേർഡ് പേയ്മെൻറ്റ്. ഇൻ സച്ച് എ case, the annual repayment amount can be found out from the following formula. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് അവിടെ എമൗണ്ട് നല്ല ചേഞ്ച് വരും. അപ്പോൾ ആനുവൽ റീപേയ്മെൻറ്റ് എമൗണ്ട് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് FV = PV × 1+R raised to n. അപ്പോൾ മെയിനായിട്ട് ടൈം വാല്യൂ കാണുന്നതിൻ്റെ 5 ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒന്ന് നമുക്ക് ഫ്യൂച്ചർ എമൗണ്ട് അറിയാൻ, രണ്ടാമത്തത് എത്ര വർഷം കൊണ്ടാണ് ആ എമൗണ്ട് നമുക്ക് കിട്ടുന്നത്, നമ്പർ ഓഫ് ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലോൺ ക്യാപിറ്റൽ റിക്കവറിയോ അമോർട്ടൈസ് ചെയ്യാനോ വേണ്ടി അറിയുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് ലാസ്റ്റ് ഡെഫേർഡ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇത്രയാണ് ടൈം വാല്യൂവിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന റിസ്ക് ആൻഡ് റിട്ടേൺ. ഇനി ഏതൊരു ഫിനാൻസ് മാനേജറും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ആസ്പെക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എത്ര റിസ്ക് ഉണ്ട് എന്നുള്ളത്. 2, അത് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിയാലും അതിൻ്റെ റിട്ടേൺ എന്താണ്. ദർ ഈസ് എ റിസ്ക് ഇൻവോൾവ് ഇൻ എവറി ഡിസിഷൻ. ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും അതിന് എന്തുണ്ട്? റിസ്ക് ഉണ്ട്. ദ ഡിഗ്രി ഓഫ് റിസ്ക്, അത് എത്രത്തോളം ഉണ്ട് ആ റിസ്ക്. അതുപോലെ തന്നെ മേ ഡിഫർ ഫ്രം വൺ ഡിസിഷൻ ടു അനദർ ഡിസിഷൻ. നമ്മൾ
നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഡിഗ്രി ഓഫ് റിസ്ക് ഉണ്ട് നോക്കുക, രണ്ടാമത്തെ ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിൽ എത്ര ഡിഗ്രി ഓഫ് റിസ്ക് ഉണ്ടെന്നുള്ളത് നോക്കുക. അപ്പോൾ ഓരോ ഡിസിഷനും എന്തുണ്ട്, റിസ്ക്കും ഉണ്ട് റിട്ടേണും ഉണ്ട്. ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ റിസ്ക് ആൻഡ് റിട്ടേൺ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കണക്കാക്കുന്ന എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, അതിൽ നിന്നുണ്ടാവുന്ന റിസ്കിനെയും റിട്ടേണിനെയും. നോർമലി നമുക്കറിയാം ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഹെവി റിസ്ക് ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ ഹൈ റിട്ടേണും അവിടെ ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ എക്സ്പെക്റ്റഡ് സൈസ് ആൻഡ് റിസ്ക്നെസ് ഓഫ് റിട്ടേൺസ് ഫ്രം ഇറ്റ്. സോ എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റിസ്ക് സിംപ്ലി റെഫേഴ്സ് ടു ചാൻസ് ഓഫ് ലോസ്, നഷ്ടം വരാനുള്ളൊരു സാധ്യത, ഒരു പോസിബിലിറ്റി അല്ലേ. വെൻ റെഫറിങ് ടു ദ പ്രോബബിലിറ്റി ദാറ്റ് സംതിങ് ബാഡ് വിൽ ഹാപ്പൺ, നമ്മൾ എന്തെങ്കിലും അരുതാതെ നടക്കുമോ എന്നുള്ളൊരു ഭയമാണ് ആ റിസ്ക് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു റോമൻ, റിസ്ക് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ടു അക്കംപ്ലിഷ് ആൻ ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യുന്നതിൽ ഫെയിലിയർ ഉണ്ടാവുമോ എന്നുള്ള അതിനുള്ള ഒരു സാധ്യതേനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ റിസ്ക് എന്ന് പറയുമ്പോൾ ദ ടേം റിസ്ക് റെഫേഴ്സ് ടു ദ വേരിയബിലിറ്റി ഓഫ് ആക്ച്വൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ റിസ്ക് ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം നമ്മൾ നടത്തുന്നതിന് മുന്നേ നമുക്ക് ഇത്ര കിട്ടുമായിരിക്കും എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം ആക്ച്വലി നമ്മുടെ കയ്യിൽ എന്ത് കിട്ടി, അതായത് ഇപ്പോൾ 1,00,000 രൂപ റിട്ടേൺ കിട്ടുമെന്ന് വിചാരിച്ചു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ നമുക്ക് ആക്ച്വലി കിട്ടിയത് 80,000 ആണ്. അപ്പോൾ അവ തമ്മിലുള്ള ആ ഡിഫറൻസ്, അതായത് 1 lakh നമ്മൾ അസ്യൂം ചെയ്തു, 80,000 കിട്ടുമ്പോൾ ഒരു 20,000 അവിടെ എന്താണ്, ആ റിസ്ക് ആണ് അത് അവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ലോസിങ് സം, നമുക്ക് എന്തെങ്കിലും കുറച്ച് അവിടെ നഷ്ടം വരിക, എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോവുക, ഓഫ് ഓൾ ദ മണി വി പുട്ട് ഇൻ ടു ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പൈസ ഇടുന്ന സമയത്ത് അവിടെ അതിലെന്തെങ്കിലും ഒരു ലോസ് സംഭവിക്കുന്നതിനാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിട്ടേണും ആക്ച്വൽ റിട്ടേണും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവുമെങ്കിൽ അതിന് തന്നെയാണ് അവിടെ റിസ്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെർ ദ ഔട്ട്കം ഈസ് അൺസർട്ടൺ. നമുക്ക് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് അൺസർട്ടൺ ആയിട്ടിരിക്കുക, അത് തന്നെയാണ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് 2 തരത്തിലുണ്ട്, സിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോൺ ഡൈവേഴ്സിബിൾ റിസ്ക് ആണ്. നമുക്ക് ഈ റിസ്കിനെ നമുക്ക് എവിടേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എങ്ങനെയാണ് ഈ റിസ്ക് ഉണ്ടാകുന്ന സിസ്റ്റം, അതൊരു എക്കണോമിക് ചേഞ്ച് വരുമ്പോൾ, സോഷ്യോളജിക്കലായിട്ടുള്ളൊരു ചേഞ്ച് വരുമ്പോൾ, പൊളിറ്റിക്കൽ ചേഞ്ചൊക്കെ വരുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ അത് വല്ലാതെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്കിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സോ ഓൾ ദീസ് ഫാക്ടേഴ്സ് ഹാവ് ബെയറിംഗ് ഓൺ ദ എൻറ്റയർ മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു മൊത്തം മാർക്കറ്റിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുക. സോ സിസ്റ്റമാറ്റിക് റിസ്ക് അറൈസസ് ഫ്രം മാർക്കറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റിൽ നിന്നുണ്ടാവുന്ന റിസ്കിനെയാണ് എന്ത് പറയുന്നത്, സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് മൂവ്മെൻറ്റിൽ എന്തൊക്കെ ചേഞ്ച് വരാം, പൊളിറ്റിക്കൽ വരാം, എക്കണോമിക്കൽ വരാം, സോഷ്യോളജിക്കൽ വരാം. ദിസ് കനോട്ട് ബി എലിമിനേറ്റഡ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡൈവേഴ്സിഫൈ ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനോ പറ്റില്ല. സോ ദ റിസ്ക് വിച്ച് ആർ നോർമലി കവേർഡ് അണ്ടർ ദിസ് കാറ്റഗറി ആർ, ഈ ഒരു കാറ്റഗറിയിൽ കവർ ചെയ്യുന്ന റിസ്കുകൾ ഒന്ന് മാർക്കറ്റ് റിസ്ക് എന്ന് പറയാം. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ വരുന്ന പ്രൈസ് ചേഞ്ചസ്, വേരിയബിലിറ്റി ഇൻ സ്റ്റോക്ക് പ്രൈസസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് വരാം. ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി പ്രൈസിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിൽ വരുന്ന വ്യത്യാസങ്ങൾ. മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ അതിൽ നല്ല വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമാണ് അവിടെ ഉണ്ടാവുക. ആൻഡ് പർച്ചേസിങ് പവർ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൈസ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ പർച്ചേസ് ചെയ്യുക, ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് അറിയപ്പെടുന്നുണ്ട്. പർച്ചേസിങ് പവർ റിസ്ക് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റിസ്ക്. ഇറ്റ് അറൈസസ് വെൻ ദ ചേഞ്ച് ഇൻ പ്രൈസ് ഇൻഡെക്സ് ഫോർ എ ഗിവൺ പീരീഡ് ഈസ് മോർ ദാൻ ദ ചേഞ്ച് ഇൻ റിട്ടേൺ ഏൺഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് എന്ത് ഏൺ ചെയ്യുന്നു, റിട്ടേൺ കിട്ടുന്നു എന്നതിനേക്കാൾ കൂടുതലായിട്ടായിരിക്കും നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രൈസ് കൂടുതലും റിട്ടേൺ കുറവും വരുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഇതൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്.
ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫേമിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഹാപ്പൺ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ, ഒരു ഫേമിനെ, അങ്ങനെ ഒരു വളരെ ചുരുങ്ങിയ ഒരു ലെവലിൽ ഉണ്ടാകുന്ന റിസ്കിനെയാണ് അൺസിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഫേമിൽ നിന്ന് വരുന്ന റിസ്ക് പറഞ്ഞാൽ ലേബേഴ്സ് സ്ട്രൈക്ക് ചെയ്യുക, മാനേജ്മെൻറ്റ് ചേഞ്ച് വരിക, ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് കുറയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്കിൽ വരുന്നത്. അത് നോർമലി രണ്ട് തരത്തിലാണ്, ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും. ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഏണിങ്സിൽ വരുന്ന എക്സ്പെക്റ്റഡ് ഏണിങ്സും ആക്ച്വൽ ഏണിങ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് ഡെറ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്ര നമ്മളുടെ സ്വന്തമായിട്ടുള്ള പൈസ ഉണ്ടോ, എത്ര നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടോ, അപ്പോൾ ആ ഡെറ്റ് മൂലമുണ്ടാവുന്ന പ്രശ്നമാണ് ഏത് വരുന്നത്, എ ഫേം ഹാവിങ് ഹയർ ഡെറ്റ് കണ്ടൻറ്റ്. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റിയെക്കാട്ടിലും ഡെറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് എന്താണ്, മോർ റിസ്കിയർ അല്ലേ, കൂടുതൽ റിസ്ക് ആണ് അവിടെ. അത്തരത്തിലുണ്ടാവുന്ന റിസ്കിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റിസ്ക് എന്താണെന്നുള്ളതും അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനും ഓരോ ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വരുന്ന ടൈപ്സ് ഓഫ് റിസ്ക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് റിട്ടേൺ എന്താണെന്നുള്ളതാണ്. റിട്ടേൺ സിംപ്ലി റെഫേഴ്സ് ദ ബെനിഫിറ്റ്സ് അക്രൂഡ് ഓൺ ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ആൻ അസറ്റ്. ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ആണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നത്. അതിനെ ഗെയിൻ എന്ന് പറയാം, പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് എന്ന് പറയാം, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയാം. ഇനി റിട്ടേൺ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയുന്ന പോയിന്റുകൾ, ഒന്ന് പ്രോഫിറ്റ് അപ്രോച്ച്. ഈ അപ്രോച്ച് പ്രകാരം റിട്ടേൺ മെഷർ ചെയ്യുന്നത് എത്ര പ്രോഫിറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടി, അതാണ് പ്രോഫിറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻകം അപ്രോച്ച്. ഇൻകം അപ്രോച്ച് എന്ന് പറയുമ്പോൾ റിട്ടേൺ ഈസ് മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം. ഇൻകം ഈസ് ദ പ്രോഫിറ്റ് അറൈവ്ഡ് ആസ് പെർ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്. നമ്മൾ എന്താണോ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്, ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിൽ എന്ത് പ്രോഫിറ്റാണോ കിട്ടിയിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ റിട്ടേൺ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇൻകം അപ്രോച്ചിനെ നമ്മൾ നോക്കുമ്പോൾ ഏണിംഗ് ബിഫോർ ടാക്സ്, ഏണിംഗ് ആഫ്റ്റർ ടാക്സ്, ഏണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, നമ്മളിതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു കാര്യമാണത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇൻകത്തിനെ ബേസ് ചെയ്ത് വരുന്ന കാൽക്കുലേഷനാണ്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ക്യാഷ് ഫ്ലോ അപ്രോച്ചാണ്. ക്യാഷ് ഫ്ലോ അപ്രോച്ചിൽ എന്താ പറയുന്നത്, ഒരു ഫേമിന് അറിയാൻ പറ്റും എത്രത്തോളം ക്യാഷ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ലേ, ക്യാഷ് ഫ്ലോസ് ആർ കാൽക്കുലേറ്റഡ് ഫ്രം അക്കൗണ്ടിങ് പ്രോഫിറ്റ്. നമുക്കൊരു നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്നൊക്കെ ഏകദേശം നമ്മൾ അറിയുന്നത് എന്താ, അതിൻ്റെ ക്യാഷ് ഫ്ലോ ആണ്, എത്ര ക്യാഷ് വന്നു, എത്ര ക്യാഷ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ സർട്ടൻ നോൺ ക്യാഷ് ഐറ്റംസ് ആർ ആഡഡ് ബാക്ക് ടു ദ അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ചില നോൺ ക്യാഷ് ആയിട്ടുള്ള ഐറ്റംസും കൂടി അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതായത് ഡിപ്രീസിയേഷൻ, പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടൺ ഓഫ്, ഗുഡ് വിൽ റിട്ടൺ ഓഫ്, ഇതൊക്കെയാണ് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാറുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. സോ ദീസ് ഐറ്റംസ് ഡു നോട്ട് ഇൻവോൾവ് ആക്ച്വൽ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. ക്യാഷിൻ്റെ ആക്ച്വൽ ഔട്ട്ഫ്ലോയിൽ ഈ ഐറ്റംസ് ഒന്നും വരേണ്ട കാര്യമില്ല. നാലാമത്തെ അപ്രോച്ചാണ് റേഷ്യോ അപ്രോച്ച് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് സം റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു മെഷർ ദ റിട്ടേൺ. അപ്പോൾ ചില റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഇത്ര പെർസെൻറ്റേജ് അറിയാൻ, എത്രയാണ് ആ വേരിയേഷൻ വന്നിരിക്കുന്നത് അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെയാണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്, ഈ വക മെത്തേഡൊക്കെ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് അപ്രോച്ച്, ഇൻകം അപ്രോച്ച്, ക്യാഷ് ഫ്ലോ അപ്രോച്ച് ആൻഡ് റേഷ്യോ അപ്രോച്ച്. ഇനി എന്താണ് ഈ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്? ശരിക്കും ഒരു കോയിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് റിസ്ക്കും റിട്ടേൺ എന്ന് പറയുന്നത്. ബോത്ത് ഗോ ടുഗദർ. ഏതിലും ഇത് രണ്ടും ഉണ്ടായിരിക്കും. ബോത്ത് ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്. ഇതെങ്ങനെയാണ് പോസിറ്റീവ്ലി, രണ്ടും ഒരേ ലെവലിലാണ് കോറിലേറ്റ് ചെയ്യുക. കോറിലേറ്റ് ചെയ്യുക പറഞ്ഞാൽ ഇവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താ, റിസ്ക് കൂടിയാൽ റിട്ടേണും കൂടും, റിസ്ക് കുറഞ്ഞാൽ റിട്ടേൺ, അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഹൈ റിട്ടേൺ ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത് ഹൈ റിസ്ക്. നല്ലൊരു റിട്ടേൺ കിട്ടുമ്പോൾ നോർമലി എന്തുണ്ടാവും, നല്ല റിസ്ക്കും അവിടെ ഉണ്ടാവും. ലോ റിട്ടേൺ ആണെങ്കിൽ ലോ റിസ്ക്കും ആയിരിക്കും ഉണ്ടായിരിക്കുക.
സോ ദ റിട്ടേൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് റിസ്ക്. അപ്പോൾ നമുക്കറിയാം റിട്ടേൺ എപ്പോഴും എങ്ങനെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് റിസ്ക് ടേക്കൺ ബൈ ദ ഫേം. അപ്പോൾ ഇവ തമ്മിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ഇക്വേഷൻ പോലെ പറയുകയാണെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റിട്ടേൺ പ്ലസ് റിസ്ക് പ്രീമിയം. റിസ്ക് ഫ്രീ ആയിട്ടുള്ളതും റിസ്ക് ഉള്ളതും കൂടി കൂടുമ്പോഴാണ് ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഈ റിസ്ക് ഫ്രീ റേറ്റ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പൻസേഷൻ ഓർ റിവാർഡ് ഫോർ ടൈം ആൻഡ് റിസ്ക് പ്രീമിയം. അപ്പോൾ ഈ റിസ്ക് പ്രീമിയത്തിന് കൊടുക്കുന്ന റിവാർഡ് അല്ലെങ്കിൽ കോമ്പൻസേഷനെയാണ് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. ഇനി റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എക്സ്പെക്റ്റഡ് ഏണിങ്സും ആക്ച്വൽ ഏണിങ്സും തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കിട്ടുന്ന കോമ്പൻസേഷൻ തന്നെയാണ് എന്ത് പറയുന്നത്? റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. നമുക്കറിയാം എവറി ഫിനാൻഷ്യൽ ഡിസിഷൻ ഇൻവോൾവ്സ് റിസ്ക് ആൻഡ് റിട്ടേൺ. ഓരോ ഡിസിഷനിലും റിസ്ക്കും റിട്ടേണും ഉണ്ട്. എ ഫേം ഷുഡ് കൺസിഡർ റിസ്ക് വൈൽ എസ്റ്റിമേറ്റിംഗ് ദ റിക്വയർഡ് റിട്ടേൺ ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പം അതിൽ നിന്നുള്ള റിട്ടേണും നമ്മൾ മെഷർ ചെയ്യുന്നു. അതിൻ്റെ റിസ്ക്കും അതേപോലെ റിട്ടേണുമാണ് നോക്കുന്നത്. ദർ ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. റിസ്ക് എപ്പോഴും കൂടുമ്പോൾ റിട്ടേണും കൂടും. പിന്നെ അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് എനി ഫിനാൻഷ്യൽ ഡിസിഷൻ ദ ഫിനാൻഷ്യൽ മാനേജർ ഹാസ് ടു വെയ് ബോത്ത് റിസ്ക് ആൻഡ് റിട്ടേൺ. A proper balance between risk and return should be maintained by the finance manager to maximize the market value of shares. നമ്മൾ ഫിനാൻസ് പഠിക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞു നമുക്ക് 2-3 ഉദ്ദേശങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന് ഫേമിൻ്റെ വാല്യൂ കൂട്ടണം, പ്രോഫിറ്റ് കൂട്ടണം, വെൽത്ത് കൂട്ടണം എന്നുള്ളത് അല്ലേ. ഈ 3 ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് നോക്കണം? ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് രണ്ടിനെയും 2 കൈകളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. ഏതാണ് കൂടുതൽ അല്ലെങ്കിൽ കുറവ് അങ്ങനെ വരാൻ പാടില്ല. ബാലൻസ് ചെയ്ത് പോകണം. റിസ്കിനെയും റിട്ടേണിനെയും ബാലൻസ് ചെയ്ത് പോകണം. എ പെർട്ടിക്കുലർ കോമ്പിനേഷൻ വേർ ബോത്ത് റിസ്ക് ആൻഡ് റിട്ടേൺ ആർ ഓപ്റ്റിമൈസ്ഡ് ഈസ് നോൺ ആസ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ, എ പെർട്ടിക്കുലർ കോമ്പിനേഷൻ വേർ ബോത്ത് റിസ്ക് ആൻഡ് റിട്ടേൺ ആർ ഓപ്റ്റിമൈസ്ഡ് ഈസ് നോൺ ആസ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. അപ്പോൾ ഏതൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ ഇൻവോൾവ് ചെയ്യുമ്പോഴും എന്തുണ്ട്? ട്രേഡ് ഓഫ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ അവിടെ ഉണ്ടായിരിക്കും. അറ്റ് ദിസ് ലെവൽ ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ വിൽ ബി മാക്സിമൈസ്ഡ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ മാർക്കറ്റ് ഷെയർ അവിടെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വൈൽ മേക്കിംഗ് എനി ഫിനാൻഷ്യൽ ഡിസിഷൻ ദ മാനേജർ സീക്സ് ടു സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ ദ റിസ്ക് ആൻഡ് റിട്ടേൺ ദാറ്റ് വിൽ മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഏതൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴും റിസ്ക്കും റിട്ടേണിനെ അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാക്സിമൈസ് ചെയ്തുകൊണ്ട് നോക്കിയാൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതേപോലെ തന്നെ നമുക്ക് വാല്യൂ ഓഫ് ദ ഫേം വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.